ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഇതിലും വലിയ നാണക്കേടിനി വരാനില്ല. ഇനിയെങ്കിലും രാജിവെച്ചൂടെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തലവനെ വേണ്ട എന്നൊക്കെ ഇസ്രായേൽ ജനം പലപ്പോഴും പറയുമ്പോഴും ഇസ്രായേൽ മാധ്യമങ്ങൾ ഒരിക്കലും തൻ്റേതായ രീതിയിൽ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രസ്താവന ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നടത്തിയിട്ടില്ല. എന്നാൽ ഇന്ന് ലോക രാജ്യങ്ങൾ പോലും ഇസ്രായേൽ മാധ്യമങ്ങളുടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന വാർത്തകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇത്രയും വെറുക്കുന്ന മാധ്യമങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹമാസിന്റെ തിരിച്ചടിയിൽ വിറങ്ങലിച്ച ഇസ്രായേലിന് ഇനി എന്ത് ചെയ്യുവാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ ഹമാസിലെയും ഗസയിലെയും ഒരു പിടി കുരുന്നുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ജീവനുകൾ എടുത്തപ്പോൾ തിരിച്ചടി നൽകുമെന്ന് ഒരിക്കലും ബെഞ്ചമിൻ പ്രതീക്ഷിച്ചില്ല. ബന്ദികളുടെ മരണത്തിൽ പ്രധാന പങ്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനാണെന്ന രൂക്ഷ വിമർശനവുമായിട്ടാണ് ഇസ്രായേലി മാധ്യമം ഹാരറ്റിസിന്റെ മുഖപ്രസംഗം എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ കാവൽക്കാരനെന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന നെതന്യാഹുവിന്റെ ചരിത്രം രചിക്കപ്പെടുക ബന്ദികളുടെ ചോരയിലാകും. നെതന്യാഹു കാവൽക്കാരനല്ല, കാലനാണെന്നും ഇസ്രായേലി ജനത സത്യം തിരിച്ചറിയുന്ന നിമിഷമെന്ന തലക്കെട്ടിലെ മുഖപ്രസംഗത്തിൽ കുറിച്ചു. ഞായറാഴ്ചയാണ് 6 ബന്ദികളുടെ മൃതദേഹം കൂടി റഫയിലെ തുരങ്കത്തിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യം കണ്ടെടുക്കുന്നത്. തുടർന്ന് വെടിനിർത്തൽ കരാറിലൂടെ ബന്ദികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നെതന്യാഹു നടത്തുന്നില്ല എന്നാരോപിച്ച് കടുത്ത പ്രതിഷേധങ്ങളാണ് ഇസ്രായേലിൽ അരങ്ങേറുന്നത്. ഒരു കാര്യം ഓർക്കണം, ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഈ ഹമാസിലും ഗസയിലും നടത്തിയിരിക്കുന്നത്. നിരവധി കുരുന്നുകളും സ്ത്രീകളും ഒക്കെയാണ് ജീവൻ പൊലിഞ്ഞത്. ഇത് തിരിച്ചടിയാക്കിക്കൊണ്ടാണ് ഗസയും ഹമാസും ഒക്കെ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുന്നത്. മാത്രമല്ല, മറ്റുള്ള രാജ്യങ്ങളും ഇസ്രായേലിനെ ഉറ്റുനോക്കുന്നുണ്ട്. ഏത് വിധേനയും ഇസ്രായേലിനെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ ഇസ്രായേലിനെ തകർക്കാം എന്നുള്ള രീതിയിൽ. അതിനിടയിലാണ് ഇസ്രായേൽ ബന്ദികൾ ഹമാസിൻ്റെയും അല്ലെങ്കിൽ ഗസയുടെയൊക്കെ കയ്യിൽ അകപ്പെടുന്നത്. ഇവർ ഈ ഹിസ്ബുള്ളയുടെ കയ്യിൽ ഈ ബന്ദികൾ അകപ്പെടുമ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് ഒരു ഭയം എന്ന് പറയുന്നത് ഇവർ ഏത് നിമിഷവും മരിക്കാം. കാരണം അവരോട് ചെയ്തിരിക്കുന്ന പരാക്രമത്തിൻ്റെ ഒരു 10-എങ്കിലും ഒരു 2% തിരിച്ച് ഹമാസ് ചെയ്യാതിരിക്കത്തില്ല. അത് അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് പേടിയാണ് ഇസ്രായേൽ ജനതയ്ക്ക്. കാരണം ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്ന ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വന്നടിക്കുന്നത് അവർക്കല്ല, പകരം അവിടുത്തെ സാധാരണ ജനങ്ങൾക്കാണ്. ഈ സാഹചര്യത്തിലാണ് ബന്ദികളുടെ മരണത്തിൻ്റെ മുഴുവൻ കുറ്റവും നെതന്യാഹുവിൽ ചാരി ഹാരറ്റിസും മുഖപ്രസംഗം എഴുതുന്നത്. അതായത് ഇസ്രായേൽ ജനത ഇതിനു മുമ്പും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ അവിടുത്തെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നടത്തിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ബന്ദികളെ ഇങ്ങനെ അവർ പിടിച്ചെടുക്കുമ്പോൾ വീണ്ടും അവർക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ അവരൊരിക്കലും ആ ബന്ദികളെ ജീവനോടെ വിടുമെന്നുള്ള യാതൊരുവിധ പ്രതീക്ഷയുമില്ല. ഇതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. നെതന്യാഹുവിൻ്റെ പിടിവാശികളാണ് ഈ ബന്ദികളുടെ മരണത്തിന് കാരണമെന്നാണ് ഇസ്രായേലി ജനങ്ങളും പത്രവും ആരോപിക്കുന്നത്. സത്യം തന്നെയാണ്, അദ്ദേഹം നടത്തുന്ന രീതികൾ അങ്ങനെയാണ്. ബന്ദികളെ കൊലപ്പെടുത്താനുള്ള കാഞ്ചി വലിച്ചത് ഹമാസ് ആണെങ്കിലും ആ ദുർവിധി നെതന്യാഹു ആണെന്നായിരുന്നു ഹാരറ്റിസിന്റെ കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഗസ ഈജിപ്ത് അതിർത്തി മേഖലയിലെ ഫിലാൻസെൽഫി ഇടനാഴിയിൽ ഇസ്രായേൽ സൈനിക സാന്നിധ്യം വേണമെന്ന നെതന്യാഹുവിന്റെ വാശിയാണ് നിലവിൽ വെടിനിർത്തൽ കരാർ ചർച്ചകളെ തകിടം മറിക്കുന്നത്. ഇത് കൂടുതൽ ബന്ദികളുടെ മരണത്തിന് കാരണമാകുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് നൽകിയിട്ടും നെതന്യാഹു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഉടലെടുക്കുകയായിരുന്നു. ബന്ദികളെ മരണത്തിലേക്ക് തള്ളിവിട്ടതിലെ പ്രധാന കുറ്റവാളി നെതന്യാഹു ആണെന്ന് ആരോപിച്ച മുഖപ്രസംഗം ഒരു വിഭാഗം ഇസ്രായേലി ജനതയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട്. ശരിയാണ്, ഏറ്റവും കൂടുതൽ ഇവരുടെ മരണത്തിന് കാരണം ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും വിജയിച്ചിരിക്കുന്നത് ഹമാസ് തന്നെയാണ്. ഹിസ്ബുള്ളയാണ് ഇസ്രായേലിൽ ഒരു വിജയം കണ്ടെത്തിയിരിക്കുന്നത്. ബന്ദികളുടെ ജീവന് പ്രാധാന്യം നൽകിയാൽ ഇസ്രായേലിന്റെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന നെതന്യാഹുവിന്റെ വ്യാജ പ്രചാരണത്തെ വിശ്വസിച്ച് മിണ്ടാതെയിരിക്കുന്നുണ്ട്. മാസങ്ങളായി നെതന്യാഹുവിനെതിരെ ബന്ദികളുടെ കുടുംബങ്ങൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ അവരെ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് ഇക്കൂട്ടർ സ്വീകരിക്കുന്നതെന്നും ഹാരറ്റിസ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയാൽ മാത്രമേ ഒരു വെടിനിർത്തൽ സാധ്യമാകൂ എന്നും പറയുന്നുണ്ട്. അതിനായുള്ള ബന്ദികളുടെ കുടുംബങ്ങളുടെ ആഹ്വാനം ഏറ്റെടുത്ത് എല്ലാവരും സമരത്തിൽ പങ്കെടുക്കുമെന്ന് ആഹ്വാനവും മുഖപ്രസംഗത്തിലൂടെ നടത്തുന്നുണ്ട്, ഈ പത്രത്തിലൂടെ. അതേസമയം 10,000-കണക്കിന് ഇസ്രായേലുകളാണ് ഞായറാഴ്ച രാത്രി തെരുവുകൾ കൈയടക്കിയിരുന്നത് ഈ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ട്. അതായത് ഹമാസ്
ഹമാസ് പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നെതന്യാഹു സർക്കാർ പരാജയപ്പെട്ടു എന്നതിൽ പൊതുജനങ്ങൾ രോഷാകുലരാണ്. ഏകദേശം 1 ലക്ഷത്തോളം പേരാണ് ഇസ്രയേലിലെ ടെൽ അവീവിൽ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ജുഡീഷ്യൽ നിയമ ഭേദഗതിക്കെതിരെ നടന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു പൊതു പണിമുടക്ക് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിട്ടുമുണ്ട്, അതായത് ഇന്ന്. ഇസ്രയേലിലെ ബെൻ ഗൂറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇസ്രയേലിനകത്ത് നടത്തുകയാണ്. എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ഉറ്റുനോക്കുന്നത് അതിനകത്തുള്ള പ്രതിഷേധത്തെ അല്ല, പകരം ഹിസ്ബുള്ളയാണ്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഹിസ്ബുള്ളയുടെ പ്രതികരണത്തിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹു അടിപതറി അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. പരാജയപ്പെടുന്നത് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, ഇസ്രയേൽ പ്രധാനമന്ത്രിയായിരിക്കെ ഒരു കാലൻ എന്ന വിളിപ്പേര് കിട്ടിയ അദ്ദേഹം തൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ പോലും തല കുമ്പിട്ട് നിൽക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. എന്ന് തന്നെയായാലും ഇത്രയേറെ ക്രൂരത നടത്തിയ അല്ലെങ്കിൽ ഇത്രയേറെ ചാവേർ ആക്രമണം നടത്തിയ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ ഒരു തിരിച്ചടി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അദ്ദേഹത്തെ അല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കാര്യം ചെയ്യുന്നത്. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹു ഒരു പക്ഷേ പേടിക്കും. കാരണം അതാണ് ഇസ്രയേൽ ജനത തുടരുന്ന ഈ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു വലിയ സമരം എന്ന് പറയുന്നത്.